ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. നിവിൻ ഷാനവാസ് വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാണ്ടാണ് ലാലേട്ടനും ബിഗ് ബോസും ഇന്ന് എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അവര് എന്താണ് ആരോപണത്തിന്റെ ചീട്ട് കീറുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീക്കിൽ ലക്ഷ്മിയുടെയും അതിന് മുന്നത്തെ വീക്കുകളിൽ അനുമോളെയും വലിച്ചു കീറുമ്പോൾ ഇതൊന്നും നമ്മുടെ ലാലേട്ടൻസിനും ബിഗ് ബോസ് ശ്രദ്ധിച്ചില്ല. ഇന്ന് പെട്ടെന്ന് ഈ സമാധാനമൊക്കെ എവിടുന്ന് കയറി വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. പലരുടെയും റിയാക്ഷനും വീഡിയോസും ഞാൻ ഇതിനിടയ്ക്ക് കണ്ടു. ചില ചാനലുകളിൽ ഇതിലും അതിൽ വളരെ നല്ല അപ്രോച്ചാണ്, ഇവര് നല്ല രീതിയിലാണ് അപ്രോച്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തുകൊണ്ട് നെബിനോട് ഇത് ചോദിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഷാനവാസിനോട് ഇത് ചോദിക്കാൻ പഠിക്കുന്നു? കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരെ മണ്ടരാക്കുകയാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നെബിനും ഷാനവാസും എന്തെങ്കിലും തെറ്റുന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെ അവർ TRPക്ക് വേണ്ടിയിട്ട് ഇതിന് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മുടെ ലക്ഷ്മിനായിട്ട് വധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സംഭവം കത്തിപ്പോകുന്നുള്ളത്. പക്ഷെ ഷാനവാസിനെയും നിവിനെയും തൊട്ട് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. കാരണം ഷാനവാസിന് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുള്ള രീതിയിലും അറിയാം. അതുപോലെ തന്നെ ഷാനവാസ് അതിന് ഉപരിയായിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അതാണ് അതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. പക്ഷെ നെവിനെ സംബന്ധിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ അങ്ങനെ തേജോവധം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് പ്രേക്ഷകരുടെ ഉള്ളിൽ ബാക്കിയുള്ളവരുടെ അടുത്തും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും അവനെയും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ രണ്ടിലും പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ നിലപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല. അവരെന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെയോ പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും വലിയ ചാനലും റിയാലിറ്റി ഷോയും നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർക്ക് ഒരു കാര്യത്തിലുണ്ടായി തെറ്റും ശരിയും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയൊരു ആരോപണമാണ് അവിടെ ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്നത്. സെക്ഷൽ ആയിട്ടുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് തന്നെ. ആ ആരോപണത്തിനെ കണക്കിലെടുത്ത് അതിനെ കൃത്യമായിട്ട് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ബിഗ് ബോസിനുണ്ട്. ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്തുവാക്കുക, അല്ലെങ്കിൽ ഇതിൽ തെറ്റ് ചെയ്ത ആൾക്കാരെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാണ്ട് പുറത്തെടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വളരെ മോശം നിലപാടാണ് ബിഗ് ബോസും ലാലേട്ടനും ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ കാണാം. സൈനിങ് ഓഫ്.